thank you for inviting me to come and speak this afternoon. ഈ സന്ധ്യാസമയം നിങ്ങളുമായി വചനം പങ്കിടുവാൻ ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം. I bring greetings from our church in Cheadle. They say send all their blessings and prayers to you. ഞാനായിരിക്കുന്ന ചീഡിൽ സഭയിൽ നിന്ന് വിശ്വാസികളെയും എന്റെയും സ്നേഹവന്ദനങ്ങൾ നിങ്ങളെ ഏവരെയും അറിയിക്കുന്നു. I would like to speak this morning. I'm sorry, in my head is this morning. This afternoon, I want to talk about, do I know the Lord? ഇനി സന്ധ്യാസമയം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ആശയം എനിക്ക് ദൈവത്തെ യഥാർത്ഥമായി അറിയാമോ എന്നാണ്. You've got your Bibles or you've got an app? നമുക്ക് ബൈബിൾ ഉണ്ട് നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും. Please turn to Jeremiah 9:23-24. യെരമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 23-24 വാക്യവും നമുക്ക് വായിക്കാം. I'll read it in English for you while you're looking. This is what the Lord says: Let not the wise man boast in his wisdom, nor the strong man in his strength, nor the wealthy man in his riches. But let the one who boasts boast about this, that they have an understanding to know me, that I am the Lord, who exercises kindness, justice, and righteousness on the earth. For these I delight in, says the Lord. നമുക്ക് വായിക്കാം യെരമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 23-24 വാക്യം. If there is ever a time, ladies and gentlemen, that we are to know the Lord, I would say it is today. നമ്മൾ ദൈവത്തെ യഥാർത്ഥമായി അറിയേണ്ട ഒരു സമയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇതാണ് ആ സമയം ഇപ്പോഴാണ്. There are many people in churches that are involved, but they do not have a relationship with Christ. പലരും കൊണ്ട് ദൈവാലയങ്ങളിൽ കടന്നു വരുന്നുവെങ്കിലും യഥാർത്ഥമായി ദൈവവുമായിട്ട് ഒരു ബന്ധവും അവർക്കില്ല. Verse 23 of that text, this is God speaking. He says, this is what the Lord says. ഇവിടെ നമ്മൾ വായിക്കുന്നത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. And what does the Lord say? എന്താണ് യഹോവ അരുളി ചെയ്യുന്നത്? He talks about man's boasting. ഇവിടെ പറയുന്നത് പലതരത്തിലുള്ള ആൾക്കാരെ കുറിച്ച് പാവങ്ങളെ കുറിച്ച് പറയുന്നു. First of all, he says, let not the wise man boast in their wisdom. ഇവിടെ പറയുന്നത് ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. What kind of a person is a wise man in his own eyes? തന്റെ സ്വന്തം ദൃഷ്ടിയിൽ ജ്ഞാനിയായുള്ള ആൾ ആരാണ്? He has a good opinion of himself, his own credentials. താൻ തന്നെത്താൻ പറ്റി നല്ലതെന്ന് താൻ തന്നെത്താൻ പറ്റി സാക്ഷ്യം വഹിക്കുന്നു. He's confident in all his gathered knowledge. തനിക്കുള്ള ജ്ഞാനത്തിൽ നിന്ന് തനിക്ക് ധൈര്യം വരുന്നു. And yet they face many unanswered questions. എന്നാൽ അവരുടെ ജീവിതത്തിലും ഉത്തരം കിട്ടാത്ത അനേക ചോദ്യങ്ങൾ അവർക്കുമുണ്ട്. Along with their many troubles and often pains, just like we have. നമുക്ക് ഏവർക്കും ഉള്ളതുപോലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവർക്കുമുണ്ട്. There are those, God says, who boast in their own strength. എന്നാൽ ചിലരുണ്ട് തന്റെ ബലത്തിൽ തന്റെ ആരോഗ്യത്തിൽ പ്രശംസിക്കുന്നവരുണ്ട്. I used to boast in my strength. ഞാൻ എന്റെ ബലത്തിൽ ഒന്ന് നോക്കിയാൽ But it's gone these days. It's fleeting. പക്ഷെ ഇപ്പോൾ ഞാൻ എന്നെ തന്നെ നോക്കി എന്റെ ബലം ക്ഷയിച്ചു വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. Yes, I often say, people say to you, I don't need a crutch of religion. ചിലർ ഞാൻ കേൾക്കും ഇങ്ങനെ പറയുന്നത് എനിക്ക് ഒരു മതം ആവശ്യമില്ല. I am strong and I am healthy and I'm good and I'm content. എനിക്ക് ബലമുണ്ട്, എനിക്ക് ജ്ഞാനമുണ്ട്, ഞാൻ സകലത്തിലും തികഞ്ഞവനാണെന്ന് പറയുന്നു. But how often have we seen the young die? എന്നാൽ പല സന്ദർഭങ്ങളിൽ പ്രായം കുറഞ്ഞ ആൾക്കാർ മരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. They've gone without a trace. അവർക്ക് ഒന്നുമില്ലാത്ത അവർ വന്നതുപോലെ പോയി കഴിഞ്ഞു. Where is their boasting when they've gone? അവർ പോയി കഴിയുമ്പോൾ അവർ എന്തിൽ പ്രശംസിക്കുന്നു? There are many that are boasting in their wealth. പലരും അവരുടെ ധനത്തിൽ പ്രശംസിക്കുന്നു. We live in a relatively wealthy country. നമ്മൾ നോക്കിയാൽ അത്യാവശ്യം ധനമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. And we say, well, I've gathered wealth, I'm good, I've got money, I've got food, I've got house. നമ്മൾ പറയും എനിക്ക് നല്ല ഭക്ഷണമുണ്ട്, എനിക്ക് നല്ല വീടുണ്ട്, എനിക്ക് സമ്പത്തുണ്ട്, അത്യാവശ്യം വേണ്ട എല്ലാം എൻ്റെ കയ്യിലുണ്ട്. They've made good decisions, they think, on business. ഞാൻ ചെയ്യുന്ന വ്യാപാരത്തിലെ ബിസിനസ്സിൽ ഞാൻ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നു. And maybe you this afternoon could be saying, I've got security for many years. നമ്മുടെ ഇടയിൽ ആര് പറയും കുറെ വർഷങ്ങൾക്ക് വേണ്ടി അധികമായി ഞാൻ സമ്പാദിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന്. How that can just disappear in one bad decision. നമ്മുടെ ജീവിതത്തിൽ തെറ്റായി എടുക്കുന്ന ഒരു തീരുമാനം മതി ഇതെല്ലാം നശിച്ചു പോകുവാൻ. All our wealth could be gone. നമ്മുടെ എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടു പോകുവാൻ. What does God advise us to do?
ദൈവം നമ്മളോട് പറഞ്ഞു ഉപദേശിക്കുന്ന എന്താണ്? God says this in verse 24, but let not the one boast in himself, but boast in this, that he has an understanding to understand who I am. നമ്മൾ 24 വാക്യത്തിൽ വായിക്കുന്നത്, പ്രശംസിക്കുന്നവന് യഹോവയായ ഞാൻ ഭൂമിയിൽ ദൈവം ന്യായം നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ച് എന്നിൽ പ്രശംസിക്കട്ടെ. Do you know the Lord? നിങ്ങൾക്ക് വാസ്തവമായി ദൈവത്തെ അറിയാമോ? Do you honestly put your hand on your heart and say, yes, I have a relationship with Jesus? നിങ്ങളുടെ കൈ ഹൃദയത്തിൽ വെച്ച് നിങ്ങൾക്ക് തട്ടി പറയാൻ പറ്റുമോ, എനിക്ക് ദൈവത്തെ യഥാർത്ഥമായി അറിയാം? There are many that join the church to get involved. They think it's a good place to be, but they have no relationship with Jesus. പലരും ഓരോ ദേവാലയങ്ങൾ പള്ളികളിൽ വരുന്നത് മറ്റുള്ളവരുമായിട്ടൊന്ന് കൂടാനോ കാണുവാനോ ഒക്കെയാണ്. യഥാർത്ഥമായി നോക്കിയാൽ ദൈവമായിട്ട് അവർക്ക് ഒരു പരിചയവും ഒരു ബന്ധവുമില്ല. And this is what God is actually saying. Do you know and understand me? അത് തന്നെയാണ് ദൈവം ആവർത്തി ചോദിക്കുന്നത്. യഥാർത്ഥമായി വാസ്തവമായി നിങ്ങൾക്ക് എന്നെ അറിയാമോ? Well, we all have to have a start. We have to have a start in the Christian faith. ഇതെല്ലാം എവിടെയാണ് ആരംഭിക്കുന്നത്? ക്രിസ്ത്യ ജീവിതം നമുക്കൊരു ആരംഭം ആവശ്യമാണ്. I started 1981. ഞാൻ 1981 ആരംഭിച്ചു. I came to faith at the age of 19. എനിക്ക് 19-ാമത്തെ വയസ്സിൽ ഞാൻ വിശ്വാസത്തിൽ കടന്നു വന്നു. I made a start. അവിടെ വെച്ചാണ് ഞാൻ ആരംഭിക്കുന്നത്. And God has kept me all these years. അന്ന് മുതൽ ഇന്ന് വരെയും ദൈവം എന്നെ കാക്കുന്നു, എന്നെ പരിപാലിക്കുന്നു. St. Paul brings this text back up in Corinthians, and I'd like you to have a look at it with me. 1 Corinthians. നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. Let's have a look what it says. This is Apostle Paul expounding what Jeremiah has said. ഇവിടെ യെരമ്യാവ് പറഞ്ഞതിനെ ഒന്നും കൂടി എടുത്തു പറയുകയാണ് അപ്പോസ്തലനായ പൗലോസ്. And there are in this passage quite a few buts. ഇവിടെ ചില പുസ്തകങ്ങൾ അധ്യായങ്ങളിൽ വായിച്ചാൽ അത് വ്യക്തമായി മനസ്സിലാവും. Verse 17. 17-ാം വാക്യം. For Christ did not send me to baptize, but to preach the gospel, not with wisdom of words, lest the cross of Christ should be made of no effect. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിലെ 17-ാം വാക്യം. For the message of the cross is foolishness to those who are perishing, but to those who are being saved it is the power of God. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയുമാകുന്നു. And then he goes on to say, expounds it more. He says in verse 26. അങ്ങനെ മുൻപോട്ട് 26-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. For you see your calling, brethren, for not many are according to the flesh are wise, not many are mighty, not many are noble, not many are called. ഇവിടെ നമ്മൾ വായിക്കുന്നത്, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ, ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല. Verse 27 is a but God has chosen the foolish things of the world to put to shame the wise, and God has chosen the weak things of the world to put to shame the things that are mighty. അവിടെ വായിക്കുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതും തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതും തിരഞ്ഞെടുത്തു. Well, I can certainly put myself in that box. I'm foolish. I'm not wise. I'm thankful that God chose me in Christ. ഞാൻ എന്നെ പറ്റി നോക്കി പറഞ്ഞാൽ ഞാൻ ജ്ഞാനിയല്ല, ഞാൻ ബലവാനല്ല, എന്നാലും ദൈവം എന്നെ കാക്കുന്നു, ദൈവം എന്നെ പരിപാലിക്കുന്നു. Listen, it's not your past that defines you. It's not who you are that defines you. It's your faith that defines you. ആമേൻ. നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ദൈവദാസനോ നിങ്ങളുടെ സഭയോ അല്ല നിങ്ങൾ ആരെന്ന് പറയുന്നത്. ദൈവവചനം ദൈവമാണ് നിങ്ങളെ കുറിച്ച്, നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങൾ ആരാണെന്ന് നിങ്ങളെ പറയുന്നത്. I believe that God chooses us, looks through the corridors of time and chose us in our faith. ആമേൻ. ഞാൻ വിശ്വസിക്കുന്ന ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നു, ദൈവം നമ്മുടെ വിശ്വാസത്തെ മാനിച്ച് ദൈവം നമ്മളെ ഉപയോഗിക്കുന്നു. This is a very tricky subject, but God has chosen us. എന്നാൽ ഇത് വളരെ മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. Has the capacity to look through time and foreknew you. ദൈവം നമ്മളെ മുന്നമേ അറിഞ്ഞ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. And made every opportunity for you to come to know Him. ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം നമുക്ക് സകല സാഹചര്യങ്ങളും ദൈവം ഒരുക്കി തന്നു. You might be here this afternoon because you think you just decided to come. ഇന്ന് സന്ധ്യാസമയം നമ്മൾ ചിന്തിക്കും, ഞാൻ ഇവിടെ ആയിരിക്കുന്നത് എന്റെ ഇഷ്ടപ്രകാരവും എന്റെ തീരുമാനപ്രകാരമാണെന്ന്.
God wanted to speak to you. എന്നാൽ ദൈവത്തിന് ഇന്ന് നിങ്ങളോട് സംസാരിക്കണമായിരുന്നു. And by his foreknowledge and by his direction, he's brought you here. അങ്ങനെ ദൈവത്തിന്റെ ഹിതപ്രകാരം ഇഷ്ടപ്രകാരം നിങ്ങളെ ഇവിടെ That you ആക്കിയിരിക്കുന്നു. might hear a word from him. അങ്ങനെ ദൈവത്തിൽ നിന്ന് ഒരു വചനം, ഒരു വാക്യം നിങ്ങൾ കേൾക്കുവാൻ And വേണ്ടി he wants you to know him. ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ ദൈവത്തെ അറിയണമെന്ന്. And God chooses you in your faith. ദൈവം നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങളെ തിരഞ്ഞെടുക്കുന്നു. It doesn't matter if you're wise, if you're clever, God chooses us in our faith. ആമേൻ. നമ്മൾ ജ്ഞാനിയാണോ ബലവാനാണോ ബലഹീനരാണോ ഒന്നും ദൈവം നോക്കുന്നില്ല. നമ്മുടെ വിശ്വാസം മാത്രം ദൈവം നോക്കുന്നു. So before the cross, it was all level ground. ആമേൻ. നമ്മൾ കുരിശിന് മുൻപിൽ നമ്മുടെ എല്ലാവരും നമ്മുടെ എല്ലാ കഴിവുകളും ഒരുപോലെയാണ്. The educated, the less educated, all have to come by faith. ആമേൻ. നമുക്ക് ജ്ഞാനമുണ്ടെങ്കിലും ജ്ഞാനമില്ലെങ്കിലും നമ്മൾ എല്ലാവരും വിശ്വാസത്താൽ വേണം ക്രിസ്തുവിന്റെ അടുത്ത് ചെല്ലുവാൻ. And that is how God has designed it. അങ്ങനെയാണ് ദൈവം ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. So that there is no excuse for anyone. അതുകൊണ്ട് ആർക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനും സാധ്യമല്ല. We put our faith in him. നമ്മുടെ വിശ്വാസം നമ്മൾ അർപ്പിക്കുന്നത് യഹോവയിലാണ്. And it goes on in verse 28. ഇവിടെ 28-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, And God has chosen the base things of the world, the things that which are despised, God has chosen, and the things which are not, to bring to nothing the things that are. How? By faith. നമ്മളിവിടെ കാണുന്നു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലീനവും നിർദിഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. Verse 29, that no flesh should glory in his presence. അതുകൊണ്ട് ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. Dear friend, I can't wear a badge this afternoon and say, I've gone to Romania, I've suffered, I've almost died, as Pastor Naveen was telling you, which is very embarrassing for me. But I can't say to God, look, I've done this. God says, no. The only way you can come to me is through faith in my Son. എനിക്ക് പറയുവാൻ സാധ്യമല്ല, ഞാൻ റൊമേനിയയിൽ പോയതും സുവിശേഷത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതും ദേവദാസൻ പറഞ്ഞതുപോലെ അപകടങ്ങളൊക്കെ വന്നതും അത് പറഞ്ഞല്ല ഞാൻ സ്വർഗത്തിൽ ചെല്ലണമെങ്കിൽ ദൈവത്തിന് മുൻപാകെ നിൽക്കണമെങ്കിൽ എന്റെ വിശ്വാസ മുഖാന്തരമേ എനിക്ക് അവിടെ ചെല്ലുവാൻ കഴിയുള്ളൂ. That means even you that have probably done nothing to serve the Lord, you can still come just as me through faith. ആമേൻ. അതിന്റെ അർത്ഥം എന്നെ പോലെ ഒന്നും തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയും. Let's have a look at verse 30. But, again, there's another but of him, this is God, you are in Christ Jesus, who've become for us wisdom from God, and righteousness, and sanctification, and redemption, so that it is written, he who glories, let him glory in the Lord. 30-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. What of him are you in? Listen, in Christ. ഇവിടെ പറയുന്നത് ക്രിസ്തുവിൽ പ്രശംസിക്കുക. There are only two positions in humanity where we can be. നമ്മൾ മനുഷ്യരായിരിക്കുമ്പോൾ നമുക്ക് രണ്ട് അവസ്ഥകളേ ഉള്ളൂ. നമ്മൾ ആയിരിക്കുന്ന രണ്ട് അവസ്ഥകൾ. We're either in Adam. ഒന്നെങ്കിൽ നമ്മൾ ആദാമിലാണ്. We've all been born through Adam. നമ്മളെല്ലാവരും ജനിച്ചിരിക്കുന്നത് ആദാമിൽ കൂടെയാണ്. Every human being has come into the world through Adam. നമ്മളെല്ലാവരും ഈ ലോകത്തിൽ വന്നിരിക്കുന്നത് ആദാമിന്റെ ഒരു പരമ്പരയാണ്. And he was in the Garden of Eden in perfection. നമുക്കറിയാം He sinned and rebelled against God. നമുക്കറിയാം ഏദൻ തോട്ടത്തിൽ ആദാമായിരുന്നു, പാപം ചെയ്തു ദൈവത്തിനെതിരെ പാപം ചെയ്തു. Adam and Eve were pushed out of the garden. അങ്ങനെ ആദാമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. And all we have been born on the outside of paradise. ആമേൻ. അങ്ങനെ നമ്മളെല്ലാവരും അതിനുശേഷം ജനിച്ചിരിക്കുന്നത് ഈ പർദീസയ്ക്ക് പുറത്താണ്. We've inherited a fallen nature like Adam. നമുക്ക് എല്ലാവർക്കും ആദാമിന്റെ ആ വീണുപോയ സ്വഭാവം നമ്മളിലുണ്ട്. നമ്മൾ ആ സാദൃശ്യത്തിലാണ്. And we are what we call in Adam. നമ്മൾ ആദാമിലാണ്. And in Adam all die. ആദാമിൽ മരണമാണ്, എല്ലാവരും അതിൽ മരിച്ചു. And in Adam all of us have sinned and come short of the glory of God. നമ്മൾ ആദാമിന്റെ സ്വഭാവത്തിലായിരുന്നപ്പോൾ നമ്മളെല്ലാവരും പാപം ചെയ്തു, പാപത്തിൽ മരിച്ചു. And in Adam we are going to be judged for our sin. നമ്മൾ ആദാമിനെ നോക്കിയാൽ നമ്മൾ തന്നെ നീതിയിരിക്കുന്നവരാണ്. Personal sin. നമ്മൾ സ്വയം പാപം ചെയ്ത പാപത്തിന് നമ്മളെ തന്നെ. So that's position number one that we're all born into.
അതാണ് നമ്മുടെ ആദ്യത്തെ സ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും ജ്വലിച്ചിരിക്കുന്ന അങ്ങനെ ഒരു കാര്യത്തിലാണ്. But of God's mercy and grace, എന്നാൽ ദൈവത്തിന്റെ മഹാകൃപയാല് we are in Christ. ആമേൻ, നമ്മൾ ക്രിസ്തുവിലായിരിക്കുന്നു. We have changed position. നമ്മൾ നമ്മുടെ പൊസിഷൻ മാറ്റിയിരിക്കുന്നു. The Bible says that we stand before God in Christ and we have His righteousness. ആമേൻ, നമ്മൾ വായിക്കുന്നു നമ്മൾ സ്വർഗ്ഗത്തിൽ യേശു ക്രിസ്തുവിനെ We don't deserve it. We don't. നമുക്കിതൊന്നും നമ്മളിതിന് യോഗ്യരല്ല. But He became sin for us. എന്നാൽ ദൈവം യേശു നമുക്ക് വേണ്ടി പാപമായി തീർന്നു. Listen, that Peter says that we might become the righteousness of God in Him. അതുകൊണ്ട് ഇവിടെ പറയുന്നത് നമ്മൾ യേശു ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടു എന്നാണ്. So in Adam, we're in death. നമ്മൾ ആദാമിൽ മരണപ്പെട്ടവരാണ്. And we're under judgment. നമ്മൾ ആ സമയത്ത് ന്യായസ്ഥാനത്ത് നിൽക്കേണ്ടവരായിരുന്നു. But as we take a step of faith to Christ, we become in Christ and we find this forgiveness. ആമേൻ, നമ്മൾ വിശ്വാസത്തോടെ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് എടുത്താൽ നമ്മൾ ക്രിസ്തുവിലായി തീരും. നമ്മൾ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെടും. This is not a mystical thing. This is an actual experience. ഇത് ഞാൻ പറയുന്നത് വാസ്തവമായ ഒരു അനുഭവമാണ്. You know, I got saved in a church in Newcastle. ന്യൂ കാസിലെ സഭയിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. It's Boundary Street. Newcastle Christian Fellowship. It was the old Boundary Street at the time, the Methodist church. ആ സമയത്ത് ഒരു മെത്തഡിസ്റ്റ് ചർച്ച് ആയിരുന്നു, ചീടിലായിരുന്നു. At the age of 19, I walked through the doors. ഞാൻ 19-ാമത്തെ വയസ്സിൽ ആ സഭയിലോട്ട് കയറി ചെന്നപ്പോൾ I'd been in many fights in the pub and I'd fought with my dad and we had a big feud at home. ഞാൻ ആ സമയത്ത് ഒരു എന്റെ പിതാവിനോട് വഴക്കിട്ട് Such an angry young man. വളരെ ദേഷ്യ സ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു ഞാൻ. But I had a hunger to know something. I was searching. എന്നാൽ ഞാൻ എന്തോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു When പ്രായമായിരുന്നു. I walked into that church, അന്ന് ഞാൻ ആ ചർച്ചിലേക്ക് കയറി ചെന്നപ്പോൾ the police were going to take me and put me into prison because of violence that I got into. ഞാൻ വഴക്കുണ്ടാക്കി വന്നതുകൊണ്ട് അവിടെ പോലീസും ഉണ്ടായിരുന്നു എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുവാൻ. The first person I met in that church said, Jesus is in me and He loves you. ആ സമയത്ത് ഞാൻ ചെന്നപ്പോൾ ആദ്യം കണ്ട ഒരു വ്യക്തി, യഹോവേ ദൈവമേ എന്നെ സൗഖ്യമാക്കണമേ, ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരാളെയാണ് കണ്ടത്. And after 3 weeks listening to the gospel, അങ്ങനെ 3 ആഴ്ച സുവിശേഷം കേട്ടതിന് ശേഷം the Lord spoke to my heart. ദൈവം എന്റെ ഹൃദയത്തോട് ഇടപെട്ടു. Put His finger on my sin and said, Chris, you're lost. അവിടെ ദൈവം എന്നോട് സംസാരിച്ചു, നീ എല്ലാം നഷ്ടപ്പെട്ടവനാണ്. And it was there I went forward for prayer and I surrendered my life to Christ and I became in Christ. ആമേൻ, ഞാൻ അത് കേട്ടു, ഞാൻ അത് അനുസരിച്ചു, ഞാൻ എന്റെ God's ജീവിതം mercy and love and grace transferred me out of Adam. ആമേൻ, ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ കൃപ എന്നെ ആദാമ്യ സ്വഭാവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. And it was a place of faith. I had to come by faith. ആമേൻ, അത് ഞാൻ ചെയ്തത് വിശ്വാസത്താലാണ്. യേശുവിലേക്ക് വരുവാൻ എനിക്കൊരു വിശ്വാസം വേണമായിരുന്നു. You might not say, well, Chris, I wasn't like you. I'm not like you. I'm a good person. നിങ്ങൾക്ക് ഒരുപക്ഷെ പറയാം, ഞാൻ നിങ്ങളെ പോലെയല്ല, ഞാൻ ഒരു നല്ല വ്യക്തിയാണ്. Yes, but you're still in Adam. പക്ഷെ എന്നാലും അങ്ങനെയാണെങ്കിലും നമ്മളിൽ ആദാമ്യ And പാപങ്ങളുണ്ട്. you're lost. നമ്മളെല്ലാം നഷ്ടപ്പെട്ടവരാണ്. And you need to come into Christ. എന്നാൽ നമ്മൾ This ക്രിസ്തുവിലേക്ക് is what the വരണം. Bible says. This is what the Scripture says. അതാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. Let us glory in what He's done at the cross. Let's come that way. ആമേൻ, ക്രിസ്തു നമുക്ക് ക്രൂശിൽ ചെയ്തതിനെ ഓർത്ത് നമുക്ക് പ്രശംസിക്കാം. Well, what does it mean then, being in Christ? നമ്മൾ ക്രിസ്തുവിൽ ആണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? When I came to Jesus at 19, like I said, ഞാൻ പറഞ്ഞതുപോലെ 19-ാമത്തെ വയസ്സിൽ ഞാൻ I came as a ക്രിസ്തുവിൽ man വന്നു. that was violent. I came as a man that was angry. ഞാൻ ക്രിസ്തുവിൽ വന്നപ്പോൾ വളരെ ദേഷ്യ സ്വഭാവമുള്ള ഒരാളായിരുന്നു. But when I put my faith in Jesus, എന്നാൽ ഞാൻ യേശുവിൽ എന്റെ വിശ്വാസം അർപ്പിച്ചപ്പോൾ, a bit like the woman who touched the hem of His garment, നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത് പോലെ യേശുവിന്റെ അങ്കിയിൽ വസ്ത്രത്തിൽ തൊട്ട ആ സഹോദരിയെ പോലെ she should have transferred her uncleanness to Him, തനിക്കുണ്ടായിരുന്ന according to Scripture. ആ അശുദ്ധി വേണമെങ്കിൽ അത് പകരപ്പെടാമായിരുന്നു. But Jesus transferred righteousness and virtue to her. ആമേൻ. എന്നാൽ ക്രിസ്തു അവൾക്ക് കൃപയും അവൾക്ക് നീതിയും അവൾക്ക് രക്ഷയും പകർന്നു കൊടുത്തു. When I came to Jesus, I wasn't a good person. I didn't do anything good to deserve His grace. But as I reached out to Him, He became to me righteousness, as the Scripture says, holiness and sanctification. And He transformed me and put me in a different position in a second.
ഞാൻ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ എന്നിൽ നന്മയൊന്നുമില്ലായിരുന്നു, നല്ലതൊന്നും പറയാനില്ലായിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹം, അവന്റെ ദയ, അവന്റെ നീതീകരണം എന്നെ രക്ഷിച്ച് ഈ പാതയിലേക്ക് കൊണ്ടുവന്നു. So that my boasting was in him. ആമേൻ. അതുകൊണ്ട് ഞാൻ പ്രശംസിക്കുന്നത് ക്രിസ്തുവിലാണ്. Now Jonah had a situation going on in his life, and I just want to talk a little bit about Jonah. ഞാനിപ്പോ കുറച്ചായി യോനയെ കുറിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. Now, was Jonah right when God called him? God called Jonah to go on the mission field and to go and to preach to the Ninevites. നമുക്കറിയാം, ദൈവം യോനയോട് നിനവയിൽ പോയി സുവിശേഷം പറയുവാൻ യോനയെ ഏൽപ്പിച്ചു. And Jonah ran the other way. നമുക്കറിയാം, യോന അത് He വിട്ട് ran away from the presence of the Lord. ദൈവ സാന്നിധ്യം വിട്ട് താൻ ഓടിപ്പോയി. Isn't it strange that there's always a boat and there's always money when you're running away from the Lord? ദൈവത്തിൽ നിന്ന് നമ്മൾ ഓടിപ്പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, എപ്പോഴും ഒരു പടകും ഉണ്ടാവും, അല്പം ധനവും ഉണ്ടാവും. He might have thought, oh, this is good. There's a boat, I've got money, I'm all right. യോന കണ്ടപ്പോൾ ഒരു പടകും കിടപ്പുണ്ട്, ധനം കൊണ്ട് അത് വേണമെങ്കിൽ എടുത്തിട്ട് എനിക്ക് പോകാമെന്ന് ചിന്തിച്ചു. I think you're all right for a season if you're running from God, but don't bank on it. നമുക്ക് പലപ്പോഴും നമുക്കും തോന്നും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വിട്ടു പോകണമെന്ന് തോന്നും, ഒരിക്കലും ദൈവസന്നിധിയിൽ നിന്ന് പോകരുത്. Jonah got in the boat and went off into another direction. നമുക്കറിയാം, യോന പടകിൽ കയറി എതിരെയുള്ള ഡയറക്ഷനിലേക്ക് പോയി. I think God was in heaven just going, ദൈവത്തിന് അത് കണ്ടപ്പോൾ സന്തോഷം വന്നില്ല. okay, you go your own way. ദൈവം പറഞ്ഞത് നിന്റെ വഴി പോകോ. I called you, but you're stubborn. ഞാൻ നിന്നെ വിളിച്ചെങ്കിലും നീ എന്നോട് എതിർത്ത് നിൽക്കുന്നു. And Jonah was okay for a while, but then there was a mighty storm. കുറച്ച് സമയം വരെ എല്ലാം നന്നായി പോയി, പിന്നീട് വലിയ കൊടുങ്കാറ്റടിച്ചു. They were in peril for their lives, and you know the story. They threw him over the side. നമുക്ക് ആ കഥ അറിയാം. കൊടുങ്കാറ്റ് വർദ്ധിച്ചു വന്നപ്പോൾ അവർ യോനെ എടുത്ത് കടലിൽ എറിഞ്ഞു. Jonah went down 100 fathoms down to the bottom of the mountains, it says, to the roots of the mountains. നമ്മളിവിടെ വായിക്കുന്നത് പർവ്വതങ്ങളുടെ ഏറ്റവും താഴ്വരയിൽ ആ വെള്ളത്തിൽ യോന താണുപോയി. And for 3 days he was in the belly of the great fish. ആ വലിയ തിമിംഗലത്തിന്റെ വയറിൽ യോന കിടന്നു. He had time to think. ആ സമയത്ത് യോന ചിന്തിച്ചു, What am I doing here? ഞാൻ ഇവിടെ എന്താണ് ചെയ്യുന്നത്? And Jonah had a different heart. ആ സമയത്ത് യോനയുടെ മനസ്സിൽ ഒരു ചിന്ത വന്നു. He says this, he says, when my life was ebbing away. So, if you want to read this, it's in Jonah 2:5-7. This is his prayer. അവിടെ യോന ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്. You see, when we're running from God and God deals with us, we have to come in humility and through prayer. This is what Jonah did, and this is to his prayer. യോന ദൈവത്തെ വിട്ട് ഓടിയെങ്കിലും ദൈവം യോനയോട് സംസാരിച്ചപ്പോൾ താഴ്മയോട് അനുസരണത്തോടെ യോന മടങ്ങി വരുന്നതാണ് നമ്മളിവിടെ വായിക്കുന്നത്. When my life was ebbing away, I remembered you, Lord, and my prayer rose to you, to your temple, your holy temple. Those who cling to worthless idols turn away from God's love for them. But I, with shouts of grateful praise, will sacrifice to you what I have vowed. I will make good. I will serve the Lord. Salvation comes from the Lord. അമ്മ നമ്മളിവിടെ വായിക്കുന്ന യോന മനസ്സിലാക്കുന്നു, താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കുന്നു, ദൈവത്തിൽ നിന്ന് ഓടിപ്പോയത് മനസ്സിലാക്കി അറിയുന്നു, രക്ഷ വരുന്നത് യഹോവയിൽ നിന്ന് തന്നെയാണ്. I wonder this afternoon, are you running from God? ഇന്ന് സന്ധ്യാസമയം നിങ്ങളോട് ചോദിക്കുവാനുള്ളത് ഇതേ ഒരു ചോദ്യമാണ്. Have you got yourself in an entangled mess? നിങ്ങൾ എന്തെങ്കിലും വിഷയത്തിൽ പെട്ട് കിടക്കുകയാണോ, കുരുങ്ങി കിടക്കുകയാണോ? And Jonah confessed. അവിടെ യോന ഏറ്റുപറഞ്ഞു. He repented. താൻ മാനസാന്തരപ്പെട്ടു. He called upon the name of the Lord. ദൈവത്തെ വിളിച്ചു. And he declared salvation is from the Lord. ആമേൻ. യോന അവിടെ പറയാണ്, രക്ഷ വരുന്നത് യഹോവയിൽ നിന്നാണ്. Are you boasting in yourself? അത് നിങ്ങൾ നിങ്ങളിൽ തന്നെ പ്രശംസിക്കുന്നവരാണോ? Or is you boast in the Lord? His salvation is of him. ആമേൻ. നമുക്ക് യഹോവയിൽ പ്രശംസിക്കാം, രക്ഷ വരുന്നത് യഹോവയിൽ നിന്നാണ്. ആമേൻ. The modern hymn says this. നമ്മളിവിടെ വായിക്കുന്നത്, how deep the Father's love for us. അവിടെ വായിക്കുന്ന ഒരു പാട്ട് ഇങ്ങനെ പറയുന്നു, പിതാവിന്റെ സ്നേഹം എത്ര ആഴമേറിയതാണ്. How vast beyond all measure. നമ്മൾ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമാണ് പിതാവിന്റെ സ്നേഹം. That he would give his only son. തന്റെ ഏകജാതന പുത്രനെ ആ ദൈവം നമുക്ക് നൽകി. To make a wretch his treasure. നമ്മൾ നശിച്ചവരായിരുന്നു, ആ സ്ഥലത്ത് ദൈവം നമ്മളെ രക്ഷിച്ചെടുത്തു. How great the pain of seeing loss. നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ നഷ്ടങ്ങൾ എത്ര വലുതാണ്. The Father turns his face away. പല സമയങ്ങളിൽ ദൈവം തന്റെ മുഖം യേശുവിൽ നിന്ന് മറച്ചു വെച്ചു. As wounds that mar the chosen one. ആ സമയത്ത് നമുക്കറിയാം, യേശുവിനെ എല്ലാവരും ക്രൂശിച്ചപ്പോൾ യേശുവിന്റെ ദേഹത്ത് പാടുകളുണ്ടായി. Bring many sons to glory.
ആമേൻ. അതെല്ലാം യേശു സഹിച്ചത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. That's where God wants us. ആമേൻ. യേശു നമ്മൾ അവിടെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. If ever there's a time to be ready to ask Christ into your life, it's now. നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാണോ ആ We know സമയം? this world is in trouble. ഈ ലോകം വളരെ വലിയൊരു പ്രതിസന്ധിയിലാണ്. And the Bible tells us that Jesus is the signs that He's coming soon. ആമേൻ. ദൈവത്തിന്റെ വചനവും അടയാളങ്ങളും പറയുന്നു യേശു വേഗം മടങ്ങി It's a വരുന്നു. doctrine that we've forgotten about, the rapture of the church. നമ്മൾ പലപ്പോഴും ഇത് മറക്കുന്നു. എന്നാൽ ദൈവസഭ എടുക്കപ്പെടാൻ Anytime He could come, there's no signs for Him coming for the church. സഭയിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തിന് അടയാളങ്ങളുടെ ആവശ്യമില്ല. Before we've left the service, we'd be gone. ആമേൻ. ഈ സഭായോഗം തീരുന്നതിന് മുൻപേ ഒരു പക്ഷേ നമ്മൾ എടുത്തുകൊള്ളപ്പെടും. But Jesus is coming for those that are His. ആമേൻ. ആമേൻ. ദൈവത്തിൽ ആയിരിക്കുന്നവർക്കും ദൈവത്തിന്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ദൈവം വരുന്നത്. Are you in Christ? ആമേൻ. ഈ സന്ധ്യാസമയം നമ്മൾ ചിന്തിക്കണം, നമ്മൾ ക്രിസ്തുവിൽ ആണോ? Now we know, we get to know God daily. This is important. നമുക്ക് ഓരോ ദിവസവും ദൈവത്തെ ആഴമായി അറിയുവാൻ സാധിക്കും. I was having some difficulties a few weeks back. കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾ മുൻപിൽ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. Troubles. Anybody got trouble? Yeah, trouble. And I was praying about the troubles, and they wouldn't go away. But in my prayers, I was walking down the street. I just said, Lord, I know you. I know all this is going on, and I can't cope with it. But Lord, I know you. I know you. That's the difference. We know Him through our troubles, through our difficulties. കഴിഞ്ഞ കുറച്ച് നാളുകളായിരുന്നു ചില പ്രശ്നത്തിൽ കൂടെ കടന്നു പോയപ്പോൾ ഞാൻ യാത്ര ചെയ്ത വഴികളിലെല്ലാം ഞാൻ ഓർത്തി പ്രശ്നം എനിക്ക് ഭാരമാണ്. എന്നാലും ഞാൻ ഓർത്ത് ദൈവമേ, ഞാൻ നിന്നെ അറിയുന്നു, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, ഞാൻ നിന്നെ അറിയുന്നു എന്ന് പറഞ്ഞു. When I was a little boy, when I was young, Dad used to go off to work. ഞാൻ ഒരു കുട്ടിയായിരുന്ന സമയത്ത് എന്റെ പിതാവ് ജോലിക്ക് പോകുമ്പോൾ, and I didn't know where he was going. എന്റെ പിതാവ് എവിടെ പോകുന്നതെന്ന് എനിക്ക് അറിയില്ല. Mom used to hold me in the arms, and I'd be waving him off to work. Off he go into the vast unknown. സമയം ഞാൻ നമ്മുടെ മടിയിലാണ്, ഞാൻ ഇങ്ങനെ അച്ഛന്റെ കൈ കാണിക്കും. അപ്പൻ അങ്ങനെ ഒരു ജോലിയിലേക്ക് പോകും, ദൂരെ എവിടെയോ യാത്രയ്ക്ക് പോകും. But he was my dad. പക്ഷേ അത് എന്റെ അപ്പനാണ്. I didn't need to know all that. He was my dad. എനിക്ക് എവിടെ പോകുന്നൊന്നും അറിയണ്ട, ഇത്ര അറിയാം, അതെന്റെ അപ്പനാണെന്ന്. And then he'd come home. അങ്ങനെ വൈകുന്നേരം മടങ്ങി വരുമ്പോൾ we'd wrestle on the floor and play, and I'd go off to bed. That was Dad. I knew him then just a little bit. ആ സമയത്ത് ഞങ്ങൾ കളിക്കും, ഞങ്ങൾ സന്തോഷിക്കും. എനിക്ക് കുറച്ച് മാത്രമേ അന്ന് അറിയുണ്ടായിരുന്നുള്ളൂ. As I got older, ഞാൻ പ്രായമായപ്പോൾ the bullies used to come. ആ സമയത്ത് പോലീസാണ് വന്നുകൊണ്ടിരുന്നത്. Used to bully me. Get me on the shoulder, push me in the. എന്റെ സ്വഭാവം കാരണം പോലീസ് വന്നിട്ട് പലതവണ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട്. And then Dad would turn up. ആ സമയത്ത് എന്റെ പിതാവ് വരും. And stand in between, and the enemies would run off. എനിക്ക് വേണ്ടി എന്റെ പിതാവ് സംസാരിക്കും, അങ്ങനെ അവര് മടങ്ങിപ്പോകും. I started to know my dad as protector. ആ സമയത്ത് എന്നെ രക്ഷിക്കുന്ന ഒരാളായിട്ടായിരുന്നു എന്റെ പിതാവ്. And then Dad used to come home and bring things for me. പലപ്പോഴും എന്റെ JCB. Used to work in JCB. എന്റെ പിതാവ് JCB-യിലാണ് വർക്ക് ചെയ്തത്. And he'd bring home metal balls. അവിടെ ഉണ്ടായിരുന്ന മെറ്റൽ ബോൾ കൊണ്ടുവരുമായിരുന്നു. And he made a cannon out of a kingpin. അതിൽ വെച്ച് എനിക്ക് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി തരും. Back in the 60s, we used to fire it across the road. We made gunpowder. We used to play with it, and I knew Dad as a great friend. ആ സമയത്ത് ആ കളിപ്പാട്ടമായിട്ട് ഞങ്ങൾ കളിക്കും. എനിക്ക് എന്റെ പിതാവ് നല്ല സുഹൃത്തായിരുന്നു. Listen, we don't know what God is doing in the universe, but we know Him as our Father. ആമേൻ. ദൈവം ഇപ്പൊ എന്ത് ചെയ്യുന്ന ഒരു പക്ഷെ നമുക്ക് അറിയില്ല, പക്ഷെ ദൈവം നമ്മുടെ പിതാവാണ്. And as we walk with Him, we get to know Him more and more. ആമേൻ. നമ്മൾ ദൈവത്തോട് സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് ആഴമായി Jehovah Jireh, our provider. നമുക്കറിയാം യഹോവ നീയാണ്. Jehovah Rapha, our healer. യഹോവ നമ്മളെ സൗഖ്യമാക്കുന്നു. He becomes more and more to us as we walk with Him. ആമേൻ. നമ്മൾ മുൻപോട്ട് He reveals Himself to us. ദൈവം നമ്മളെ തന്നെ കുറച്ച് we have to come to Him and know Him. നമ്മൾ ആരംഭിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തെ നമ്മൾ അറിയേണ്ടത് ആവശ്യമാണ്. Yes. Through our troubles we know Him. Listen, Paul said this in 1 Corinthians 1:3 and 4. നമ്മൾ വായിക്കുന്ന പൗലോസ് തന്റെ കഷ്ടത്തിൽ യഹോവയെ കുറിച്ച് പ്രകാരം പറഞ്ഞു. Praise be to the God and Father of our Lord Jesus Christ, the Father of compassion, and the God of all comfort, who comforts us in all our troubles, so that we can comfort those who are in need of comfort themselves through what we have been comforted
by the Father. നമ്മൾ വായിക്കുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. Through our troubles and through our difficulties, the Father comes and stands with us, and that's where we know there's wisdom, because He imparts the wisdom in our trouble. His comfort, His love, His help. That's wisdom. That's His wisdom being imparted. We don't understand why we're going through things, but it's that comfort, that closeness of the Father that enables us to understand. അവൻ പലപ്പോഴും നമ്മൾ പ്രശ്നത്തിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുകയും ദൈവം നമുക്ക് ജ്ഞാനം പകർന്നു നൽകുന്നത് ദൈവത്തിന്റെ ജ്ഞാനമാണ് നമ്മളെ പ്രശ്നത്തിൽ കൂടെ ആ പ്രതിസന്ധിയിൽ കൂടെ നമ്മളെ കടത്തിക്കൊണ്ടു പോകുന്നത്. And we know Him as our righteousness. How many times do we fall? My dad used to pick me up. I used to fall over, tumble down. He made a little airplane for me, he threw it. I ran after it, tripped over the pavement and smashed my face. He was there to pick me up, held me to His arms, loved me. Said, Dad's here. Listen, the Father comes to us whenever we need Him. And when we fall, He picks us up. And we know that the blood of Christ cleanses us from all sin when we come to Him. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വീഴുമ്പോൾ നമ്മളെ താങ്ങുകയും നമ്മൾ വീഴുമ്പോൾ നമ്മളെ ഏറ്റവും അടുത്തായിരിക്കുന്നത് ദൈവമാണ്. നമ്മളെ എഴുന്നേൽപ്പിച്ച് നമ്മളോട് കൂടെ നിൽക്കുന്ന നമ്മുടെ ദൈവമാണ്. യേശുവിന്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിച്ച് നമ്മുടെ പാപങ്ങളെ എല്ലാം യേശു പോക്കിയതാണ്. That means He imparts His righteousness to us again and again and again. വീണ്ടും വീണ്ടും യേശു തന്റെ നീതിയെ നമുക്ക് വേണ്ടി നൽകുന്നു. If we confess our sins, He's just and faithful to forgive us our sins and to purify us from all unrighteousness. 1 John 1:9. നമ്മുടെ പാപങ്ങൾ നമ്മൾ ഏറ്റുപറയുമ്പോൾ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു. It's when we're lost, we know Him. When He comes to find us. നമ്മൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞു വരുന്നു, ദൈവം നമ്മളെ കണ്ടെത്തുന്നു. I went to Wales earlier this year and driving the car around the hills. There were sheep everywhere. There was one in the road, it wouldn't move. Tooted, drove right up to it, no, it wouldn't move. There was some up in the cliff, right on the edge. I thought, how foolish. And God said to me, yes, how foolish you are sometimes when you wander from me. And I went, oh yes. But how wonderful He comes for us, puts us on His shoulders and brings us back. Because He loves us. ഞാൻ അടുത്തിടെയായിട്ട് വെയിൽസിൽ കടന്നു പോയപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വഴിയിൽ ആടുകളെ കണ്ടു. ചില ആടുകൾ റോഡിന് നടുക്ക് വന്ന് നിൽക്കും, എത്ര ഹോണടിച്ചാലും അവർ മാറുകയില്ല. അതേസമയം ചില ആടുകൾ താഴ്വരയുടെ അറ്റത്ത് വന്ന് നിൽക്കും. അത് കണ്ടപ്പോൾ ഞാൻ ഓർത്തപ്പോൾ ദൈവം പറഞ്ഞു, നീ ഇതുപോലെയാണ് പലപ്പോഴും പ്രശ്നത്തിൽ കൂടെ ഇങ്ങനെ പ്രശ്നത്തിൽ പോയി നിൽക്കുമ്പോൾ ഞാൻ വീഴാതെ നിന്നെ കാക്കുകയും നിന്നെ പരിപാലിക്കുകയും ചെയ്യുന്നു. Because we've learnt all this, then we're in the church, then our expression outwardly should be of His nature. നമ്മളിങ്ങനെയൊക്കെ ദൈവത്തിൽ നിന്ന് അനുഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ ആരാധനയിൽ കടന്നു വരുമ്പോഴാണ് നമ്മൾ ദൈവത്തിന് നന്ദി പറയുകയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. We learn to be like Him. നമ്മൾ യേശുവെ പോലെ ആകുവാൻ പഠിക്കുന്നു. I always copied Dad. ഞാൻ എന്റെ പിതാവിനെ എപ്പോഴും കോപ്പി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. I always wanted to be like my dad. My dad is this, my dad is that. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു ഞാൻ എന്റെ പിതാവിനെ പോലെ ആവണം. താൻ ചെയ്ത എല്ലാ ആ സ്വഭാവം എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Dad would put his hands on his hips like this. എന്റെ പിതാവ് ഇപ്രകാരം നിൽക്കുമായിരുന്നു. And I used to stand by and put my hands on my hips. ഞാനത് അനുകരിച്ച് I wanted to be like him. ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ പോലും എന്റെ പിതാവിനെ അനുകരിക്കുമായിരുന്നു. We need to be like our Heavenly Father. ആമേൻ. നമ്മുടെ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ പോലെ നമ്മൾ ആയിരിക്കണം. We need to be expressing love to the lost. നമ്മൾ നഷ്ടപ്പെട്ടവരോട് ദൈവത്തിന്റെ സ്നേഹം നമ്മൾ കാണിച്ചു We need to കൊടുക്കണം. be praying for the fallen. നമ്മൾ വീണുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. We need to be comforting those who are grieving. വിഷമിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നവരെ നമ്മൾ ആശ്വസിപ്പിക്കണം. നമ്മുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നമ്മളോട് ചെയ്യുന്നത് പോലെ. I just want to finish with this. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. With the prayer of St. Francis of Assisi. സെന്റ് ഫ്രാൻസിസിന്റെ പ്രാർത്ഥന ഞാൻ ഇങ്ങനെ പറയട്ടെ. Make me a channel of your peace. എന്നെ സമാധാനത്തിന്റെ ഒരു സമാധാനം ആക്കുവാൻ സഹായിക്കണമേ. Where there's hatred, let me bring love. എവിടത്തെ വൈരാഗ്യമുണ്ടോ വിഷമമുണ്ടോ അവിടെ സ്നേഹം കൊണ്ടുവരുവാൻ സഹായിക്കണമേ. Where there's injury, your pardon. എവിടെ രോഗമുണ്ടെങ്കിൽ അവിടെ സൗഖ്യം കൊണ്ടുവരുവാൻ സഹായിക്കണമേ. Where there is doubt, true faith in you.
അവിശ്വാസമുള്ളിടത്ത് വിശ്വാസം കൊണ്ടുവരുവാൻ സഹായിക്കണമേ. Make me a channel of your peace. നിന്റെ സമാധാനത്തിന്റെ ഒരു വഴി എന്നെ ആക്കണമേ. Where there's despair in life, let me bring hope. വിശ്വാസമില്ലാത്ത നിരാശയിരിക്കുന്ന ജീവിതത്തിൽ പ്രത്യാശ കൊണ്ടുവരുവാൻ സഹായിക്കണം. Where there's darkness, only light. അന്ധകാരത്തിൽ പ്രകാശം കൊണ്ടുവരുവാൻ. And where there's sadness, let me bring your joy. ആമേൻ. എവിടെയൊക്കെ ദുഃഖമുണ്ടോ അവിടെ സന്തോഷം കൊണ്ടുവരുവാൻ സഹായിക്കണം. Friends, we can only do that when we know Jesus. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ യേശുവിനെ അറിയണം. His Holy Spirit comes to indwell us. യേശുവിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് When നമുക്ക് the Holy വസിക്കുമ്പോൾ Spirit comes on us in power, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് we ശക്തിയോടെ don't want കടന്നു to run the other way, we want to run to Him. നമുക്ക് വേറെ വഴി പോവുകയല്ല വേണ്ട, ദൈവത്തിലേക്ക് നമ്മൾ ചെല്ലണം. When we see the fall and we don't want to walk away, we want to help. നമ്മൾ എപ്പോഴും വീണ് കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പോവുകയല്ല, നമ്മൾ മടങ്ങി വരണം. And the word of the Lord for you this afternoon is, do you know Him? വീണ്ടും ഈ സന്ധ്യാസമയം ദൈവം നമ്മളോട് ചോദിക്കുന്നത് യഥാർത്ഥമായി വാസ്തവമായി നീ എന്നെ അറിയുന്നു. This is what the Lord says. ഇതാണ് ദൈവം നമ്മളോട് പറയുന്നത്. Let not the wise man boast in his wisdom, ജ്ഞാനി തന്നെ nor the ജ്ഞാനത്തിലും strong man in his strength, ബലവാൻ തന്നെ ബലത്തിലും nor the wealthy man in his riches. ധനവാൻ തന്നെ ധനത്തിലും. Let the one who boasts boast in this, നമ്മളെല്ലാം പ്രശംസിക്കേണ്ടത് that they have ക്രിസ്തുവിലാണ്. understanding to know me. എന്നെ അറിയുന്ന ജ്ഞാനം അവരിൽ ഉണ്ടാവട്ടെ. I am the Lord, ഞാനാണ് യഹോവ, who exercises kindness, justice, and righteousness on earth. ഈ ലോകത്തിൽ നീതി ന്യായവും കൊണ്ടുവരുന്നത് ദൈവമാണ്. For in these I delight, declares the Lord. ഇതിൽ ഞാൻ പ്രശംസിക്കും. If you don't know Jesus this afternoon, ഈ സന്ധ്യാസമയം നിങ്ങളിൽ open your heart to Him. യേശുവിനെ അറിയാമെങ്കിൽ Speak to your pastor or someone and just say, I need Jesus. യേശുവിനെ അറിയാത്തവരാരെങ്കിലും I ഉണ്ടെങ്കിൽ know He's coming soon and I want to be with Him. നമുക്ക് യേശുവിലേക്ക് കടന്നു വരാം. ദൈവസന്നിധിയിലേക്ക് നമുക്ക് മടങ്ങി വരാം.